വെറും 2 മിനിറ്റ് മാത്രമല്ല ഈ വീഡിയോയുടെ പുറകിൽ നമ്മുടെ 2 ദിവസത്തെ നീണ്ട ട്രാവലിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് റിച്ചോർഡിനെയും കൊണ്ട് തനിച്ച് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. എനിക്കതിൻ്റെ നല്ല ടെൻഷനുണ്ട്. ചന്ദ്രേട്ടൻ ഇത്തവണ നാട്ടിലോട്ട് വരുന്നില്ല. നമ്മുടെ കൂടെയുള്ളത് അമ്മൂസും ഉജി ചേച്ചിയാണ്. അവരും പാലക്കാട് തന്നെയാണ്. ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഇത്തവണ നാട്ടിൽ പോകാമെന്ന് തന്നെ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് പെട്ടിയൊക്കെ റാപ്പ് ചെയ്തു. ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ ചെക്ക് ഇൻ കൗണ്ടറൊക്കെ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ബാഗേജ് വെയിറ്റൊക്കെ നോക്കി. പിള്ളേരെയും കൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അധികം വെയിറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ അധികം സമയമൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അച്ഛന്മാർക്ക് ബായൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. അങ്ങനെ അകത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞതും ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിന്നെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറിപ്പോയി. റിച്ചൂട്ടനാണെങ്കിൽ ബസ്സിൽ കയറി ആകെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ബാഞ്ചൂളിൽ നിന്ന് ഗാനയിലോട്ടായിരുന്നു. 3 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ട്രാവലിംഗ് അവർ. റിച്ചൂട്ടൻ കയറിയ പാടെ തന്നെ കിടന്നുറങ്ങി. അത് കാരണം വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗാനയിലെത്തിയിട്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ വന്നിരുന്ന് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്യോപ്യക്കായിരുന്നു. ഏകദേശം 6 മണിക്കൂറോളം ട്രാവൽ അവേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റിച്ചൂട്ടനെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. പക്ഷേ വിചാരിച്ച അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇരുന്നും കിടന്നും കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും കാർട്ടൂൺ കണ്ടും അങ്ങനെ എങ്ങനെയൊക്കെയോ 5 മണിക്കൂർ തള്ളി നീക്കി. എത്യോപ്യൻ ടൈം ഒരു 8:30 ആയപ്പോൾ നമ്മളവിടെ എത്തി. ഒരു നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 12:30 അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിഫ്രഷ് ചെയ്യാനൊക്കെ സമയം കിട്ടി. പിള്ളേർ ഫ്ലൈറ്റിൽ കയറിയതും ആകെപ്പാടെ ഉറങ്ങുന്നതുകൊണ്ട് ഫുഡൊന്നും നേരവണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരെയും കൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരം സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് റിഫ്രഷായി പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. റിച്ചൂട്ടൻ പിന്നെ കുറേ നേരം അവിടെ ഓടിക്കളിച്ചു. റിച്ചൂട്ടൻ്റെ ആകെപ്പാടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബോർഡിങ് തുടങ്ങിയാൽ അവന് വരണ്ട, എങ്ങോട്ടും പോവുകയും വേണ്ട, വിളിച്ചാൽ വരില്ല. ആകെപ്പാടെ മൊത്തം ഓട്ടമായിരുന്നു. അതാണ് അവനെ കൊണ്ടുള്ള ആ ഒരു പ്രശ്നം. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മുംബൈയിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി. രാത്രി ആയതുകൊണ്ട് തന്നെ പിള്ളേർ രണ്ടും സൈഡായി. ഫുഡ് വന്നു. ഫുഡ് കഴിക്കാൻ പോലും അവർ എണീറ്റില്ല. നല്ല ടയേർഡായതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. റിച്ചൂട്ടൻ ഉറക്കമായപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഉറങ്ങി. റിച്ചൂട്ടൻ ഉറങ്ങാൻ പിന്നെ ഞങ്ങൾ ആരെയും ഉറങ്ങാൻ വിടില്ല. അവിടുന്ന് നമുക്കൊരു 6 hours ട്രാവൽ ഉണ്ടായിരുന്നു മുംബൈയിലോട്ട്. എങ്ങനെയും ഒന്ന് മുംബൈ എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കയറിയതാണ് ഞങ്ങൾ. പക്ഷെ മുംബൈ എത്തിയപ്പോൾ ആകെപ്പാടെ മൊത്തം പ്രശ്നമായിരുന്നു. ആദ്യം തന്നെ ടിക്കറ്റ് ഇഷ്യൂ ആയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അവസാനം ചെക്ക് ഇൻ ചെയ്ത് അകത്ത് ഗേറ്റിലെത്തിയപ്പം ദേ വരുന്നു അടുത്ത കോൾ, എന്തോ ബാഗേജ് ഇഷ്യൂ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഓടി പിടിച്ച് അവിടെ ചെന്ന് അതൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേനും പിള്ളേരൊക്കെ ആകെപ്പാടെ മടുത്തു. ഞങ്ങൾ ചത്തു എന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഗേറ്റിലെത്തുമ്പോഴത്തേനും ഗേറ്റ് ക്ലോസ് ചെയ്തു. അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഓടി പിടിച്ച് ഫ്ലൈറ്റിൽ കയറി. അപ്പോഴത്തേനും എൻ്റെ ഫോണും ഓഫായി. പിന്നീട് അങ്ങോട്ടേക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ഫൈനലി അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്.